കിഴക്കൂട്ടത്തുള്ള സംസം ഹോട്ടലിലാണ് വന്നിട്ടുള്ളത് വിത്ത് ഫാമിലി ആയിട്ട്. അത്യാവശ്യം നല്ല ഒരു തിരക്കുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് കിഴക്കൂട്ടത്തുള്ള സംസം. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ ടൈം നമുക്കൊരു 100ഓളം കാറുകൾക്കാണെങ്കിൽ പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പം നമ്മൾ ഫുഡിങ്സ് ഒക്കെ കഴിഞ്ഞു. വളരെ വിശാലമായിട്ട് ഫുഡിങ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ബാക്കിയുള്ള റെസ്റ്റോറൻറ്റ് വെച്ച് നോക്കുമ്പോഴേക്കുമേ ഇവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയണത് തന്നെ പാർക്കിംഗ് സ്പേസാണ്. നമുക്ക് കൂടുതൽ സമയം വെയിറ്റ് ചെയ്യേണ്ട, നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഉണ്ട്. ഹോൾ ഫാമിലി ആയിട്ടാണ് കിഴക്കൂട്ടം സംസമിലാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. രാത്രി ഇപ്പം തന്നെ 9:30 ആയിട്ടുണ്ട്. 9:30ക്ക് വന്ന സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഹായ് പറ. അമ്മ എന്താ പറയണം? എത്രാമത്തെ പ്രാവശ്യം പറഞ്ഞോടാ? എന്ത് വേണം? അപ്പോൾ ഇന്ന് നമ്മൾ പെരി പെരി മന്തി വന്നിട്ട് 2 ഹാഫും പിന്നെ അൽഫാം മന്തി പറഞ്ഞിട്ടുണ്ട്, ബട്ടർ നാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ചില്ലി ചിക്കൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ വേറെ കുറേ വെറൈറ്റി ഐറ്റംസിലൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ പിള്ളേർ കഴിക്കുന്നതല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറയണത് ഇവിടെ എത്രാമത്തെ പ്രാവശ്യമാണ് വന്നത്? മൂന്നാമത്തെ പ്രാവശ്യം വന്നത്. എങ്ങനെയുണ്ട് ഇവിടെ? കൊള്ളാമോ? നല്ല ഫുഡ്. ഇതാണ് എനിക്കാണ് സംഭവം ഇനിയിപ്പോൾ അടുത്തെടുക്കുന്നത്. ഞാൻ പെരി പെരി മന്തി ഫാനാണ്. അപ്പോൾ പെരി പെരി മന്തിയും കുറച്ച് റൈസും കൂടെ ചേർത്തിട്ട് മമ്മി ഇപ്പോൾ എനിക്ക് എടുത്ത് തരും. ഇപ്പം എങ്ങനെയുണ്ട്? പെരി പെരിയാണ്. എല്ലാവർക്കും തണുപ്പിട്ടെടുത്തോ. പെരി പെരി മന്തിയാണ് ഞാൻ കുറച്ചെടുത്തത്. കുറച്ച് മയണൈസും കുറച്ച് പെരി പെരി മന്തിയുടെ പീസും കൂടെ എടുത്തിട്ട് അമ്മി കൊണ്ടോക്കി കൊള്ളാമോ?
എങ്ങനെയുണ്ട് സംഭവം? ഭക്ഷണം എങ്ങനെയുണ്ട്? കൊള്ളാമോ? ബില്ല് ഇത്രയേ ബില്ലായിട്ടുള്ളൂ. വെറും 2614 മാത്രമേ ബില്ലായിട്ടുള്ളൂ.